നമുക്ക് പൂജാമുദ്രയിൽ നിങ്ങൾ വനമാല മുദ്ര ചോദിച്ചല്ലോ. വനമാല മുദ്ര പൂജയിലുള്ള വനമാല മുദ്ര. ഇതാ കൈ ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെ വരണം. കൈ മനസ്സിലായില്ലേ? ഇങ്ങനെ കൈ വെച്ച് ഇങ്ങനെ കൊണ്ടുവരണം. കയ്യെ ഇങ്ങനെ പിടിച്ചിട്ട് ഇതേ ഇങ്ങനെ പിടിക്കണം. തിരിച്ചു പിടിക്കുന്നത് അത് അത് വന്ന് അടുത്ത ശ്രീവസ്തമുദ്ര ചോദിച്ചല്ല. ശ്രീവസ്തമുദ്ര ഇതാ. നിങ്ങൾ നേരത്തെ കാണിച്ചാൽ തള്ളവർ കറക്റ്റ് കറക്റ്റ്. നാളെ ഈ ടൈമിൽ ട്രെയിനിലായിരിക്കും ഇത് കന്യാകുമാരി യാത്ര, ക്ലാസ് എടുക്കാൻ പോകുന്നു. അടുത്തത് കൗസ്തുഭമുദ്ര ഇതാ. കൈ ഇങ്ങനെ വെച്ചിട്ട് ഈ വിരല ഇങ്ങനെ പിടിക്കണം. വിരലിങ്ങനെ തൂക്കി പിടിച്ചാൽ മതി. വിരല രണ്ട് ഇങ്ങനെ പൊക്കി പിടിക്കണം. ഗതാമുദ്ര ഞങ്ങൾ നോക്കില്ല. ഗതാമുദ്ര നോക്കിയ ഗതാമുദ്ര ഇതാ. ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ കയ്യെ താത്ത് പിടിക്കണം. ഇങ്ങനെ താത്ത് പിടിക്കണം. അത് ഗതാമുദ്ര. ഓക്കെ. ഈ ആസിഡിറ്റി ക്ലിയർ ചെയ്യാൻ ഒരു കയ്യിൽ പൃഥ്വിമുദ്ര, ഒരു കയ്യിൽ അഗ്നിമുദ്ര. ആസിഡിറ്റി ശരിയാക്കാനാണ് ഒരു കയ്യിൽ പൃഥ്വിമുദ്ര, ഇന്നൊരു കയ്യിൽ അഗ്നിമുദ്ര. ഒരു കയ്യിൽ അങ്ങനെ അതിനുണ്ട്. ഒരു കയ്യിലൊന്ന്, ഇന്നൊരു കയ്യിലൊന്ന്. രണ്ടെണ്ണം പിടിക്കാം. രണ്ടെണ്ണം പിടിച്ച് രണ്ട് ലിങ്ക് ചെയ്യാം. ഏത് മുദ്രകളെ കമ്പൈൻ ചെയ്യുന്ന മുദ്ര ടെക്നിക്സ് അതിൽ വരുന്നുണ്ട്. ഓക്കെ. ഇനി ഒന്ന് പൂജയിൽ ഒന്ന് നിരീക്ഷണ മുദ്ര. അതൊക്കെ നിങ്ങളുടെ പൂജയിൽ വരുന്നുണ്ടോ? നിരീക്ഷണ മുദ്ര ഇല്ല. കോഹട്ട മുദ്ര. അടുത്തത് ഒന്ന് ഗോമുഖ മുദ്ര. നമ്മൾ ആൾറെഡി നോക്കിയെന്ന് തോന്നുന്നു. ഗോമുഖ മുദ്ര നോക്കിയായിരുന്നോ? അങ്ങനെ അത് ഗോമുഖ മുദ്ര. അധോമുഖി മുദ്ര. ഇതൊക്കെ നിങ്ങളുടെ പൂജാ ലിസ്റ്റിൽ ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. അധോമുഖി മുദ്ര. അധോമുഖ മുദ്ര എന്ന് വെച്ചാൽ ഇത് ഇങ്ങനെ കയ്യെ പേലെല്ലാം പിടിച്ച് ഇങ്ങനെ പിടിക്കണം. ഇങ്ങനെ അധോമുഖി മുദ്ര. വേറെ മുദ്ര ലിസ്റ്റ്, നിങ്ങളുടെ പൂജാ മുദ്ര ലിസ്റ്റ് ഉണ്ടോ? അങ്ങനെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കണം. അതായത് ഇപ്പം എൻ്റെ അടുത്ത്
തമിഴ്നാട്ടിലുള്ള ലിസ്റ്റ്. ഇതേമാതിരി ഒന്ന് ഉണ്ടാക്കി அதை തേടി പിടിച്ച് அதை സെപ്പറേറ്റ് നിങ്ങൾക്ക് ഡീൽ ചെയ്യാം. ഈ ഗോകർണ മുദ്ര ഇതാ, ഗോകർണ മുദ്ര, ഇത് ഗോകർണ മുദ്ര. എൻ്റെ എയിം അതാണ്. നിങ്ങൾക്ക് മലയാളത്തിൽ തന്ത്രിക് മെത്തേഡ് വഴി പൂജ ചെയ്യുന്ന മുദ്രകളുടെ ലിസ്റ്റ് കിട്ടിയാൽ അത് തേടി പിടിച്ച് അത് എല്ലാവർക്കും പറഞ്ഞു കൊടുക്കാം. ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്, ഇപ്പോൾ കേരളത്തിൽ ഏത് മുദ്രയൊക്കെ നിലവിലുണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടല്ലോ. ഇത് തമിഴ്നാട്ടിലുള്ളത്, കേരളത്തിൽ എന്നെ മുദ്ര നിലവിലുണ്ട്. അത് എൻ്റെ അടുത്ത് ഒരുപാട് ലിസ്റ്റുണ്ട്. അതിൽ നിന്ന് തേടിയെടുത്ത് അത് സെപ്പറേറ്റ് ഈ പൂജാരി ലോക അവർ വന്ന് വരുമ്പോൾ അവർക്ക് പറഞ്ഞു കൊടുക്കാം. അതാണ് ഇത് ചാണമുദ്ര. ചാണകം ചന്ദനം അരയ്ക്കുമ്പോൾ ഇതേമാതിരി ഇതാ ഇങ്ങനെ. അത് പൂജാമുദ്ര തന്നെ, ചാണമുദ്ര. അത് അടുത്തത് നിരോധന മുദ്ര. നമ്മൾ മറ്റേ അതിൻ്റെ പേരെന്താ, നിരോധന മുദ്ര. നമ്മളെന്ന് വെച്ചാൽ എന്തെന്ന് വെച്ചാൽ ഉദാന മുദ്രയാണെങ്കിൽ ഇങ്ങനെ പിടിക്കും, അതിങ്ങനെ പിടിച്ചാൽ നിരോധന മുദ്ര. പാരലല വെർട്ടിക്കലാ പിടിച്ചാൽ ഉദാന മുദ്ര, ഇങ്ങനെ പാരലല പിടിച്ചാൽ അത് നിരോധന മുദ്ര. മനസ്സിലായോ? നിരോധന മുദ്ര. മുദ്ര അടുത്ത് ദിവ്യമുദ്ര. ദിവ്യമുദ്ര എന്ന് പറഞ്ഞാൽ ഇത് ആകാശമുദ്രയെ പിടിച്ച് ദിവ്യമുദ്ര. ആകാശമുദ്രയെ കൈ ഉയർത്തി പിടിച്ചാൽ അതിൻ്റെ പേര് ദിവ്യമുദ്ര. ആകാശമുദ്ര അത് ഉയർത്തി പിടിച്ചാൽ ദിവ്യമുദ്ര. ഈ മുദ്രകളെ പ്രാക്ടീസ് ചെയ്ത് നിങ്ങൾ എഴുതി വയ്ക്കുക. എഴുതി വെച്ചിട്ട് നിങ്ങൾക്ക് വന്ന് ഒരു സെപ്പറേറ്റ് ലിസ്റ്റ് ഉണ്ടാക്കുക. നമ്മളിപ്പോൾ നിങ്ങൾ ക്ഷേത്രത്തിൽ കയറിയ ഉടനെ, അകത്ത് കയറിയ ഉടനെ എന്തൊക്കെ പൂജകൾ ചെയ്യുന്നു ചേട്ടൻ്റെ ചോദിച്ചാൽ അറിയാം. നിങ്ങളുടെ ചേട്ടൻ്റെ ചോദിച്ച് ലിസ്റ്റ് ഉണ്ടാക്കി ആ ലിസ്റ്റ് എടുത്താൽ മറ്റേ ആരെങ്കിലും ചോദിച്ചാൽ അവർ ഒന്നാ പറഞ്ഞു കൊടുക്കുമ്പം എല്ലാം യൂസ്ഫുള്ളായിരിക്കും. ചേട്ടൻ കുറച്ച് കാലമായി പൂജ ചെയ്തതല്ലേ, അത് ചോദിച്ചിട്ട് അങ്ങനെ ചെയ്തോളാം. അങ്ങനെ ചെയ്തോളാം. അത് ലിസ്റ്റ് അതാണെങ്കിൽ ഉടനെ എടുക്കുക. അല്ലെങ്കിൽ ഞാൻ ഒന്നായിട്ട് പറയുന്നത് നിങ്ങൾക്ക് എത്ര യൂസ് ആവുന്ന അറിഞ്ഞുകൊണ്ടല്ലേ. ഈ നെഗറ്റീവ് എനർജി മാറ്റാണ്. നിങ്ങൾക്ക് എന്തെന്ന് വെച്ചാൽ ഇതാ ചിന്മുദ്രയെ പിടിച്ച് 2 കൈയിലും ജോയിൻറ്റ് ചെയ്യണം. ഇങ്ങനെ ജോയിൻ ചെയ്താൽ നെഗറ്റീവ് എനർജി ഓടും. ചിന്മുദ്ര പിടിച്ചിട്ട് ഇത് 2 കൈയെ ഇങ്ങനെ ജോയിൻ ചെയ്താൽ, ഇങ്ങനെ കമഴ്ത്തി തന്നെ ഇങ്ങനെ ജോയിൻ ചെയ്യണം. ചെയ്താൽ നെഗറ്റീവ് എനർജി അത് പോവും. അടുത്തത് കാളിമുദ്ര. കാളിമുദ്ര എങ്ങനെ? കാളിമുദ്ര ഇത് ഇങ്ങനെ 2 വിരലേയും വെച്ചിട്ട് ബാക്കി എല്ലാ വിരലേയും മൂടി പിടിക്കണം. ഇങ്ങനെ ഇത് കാളിമുദ്ര. അത് ഇന്ന് എത്ര മുദ്ര ആയി? ബാക്കി നിങ്ങൾ ഒരു ലിസ്റ്റ് ഉണ്ടാക്കുക. അത് നമ്മൾ ശരിയാക്കി ഇത് ഫോളോ ചെയ്യാം. ഓക്കെ.